ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രം അത് സഹിക്കാൻ പറ്റൂല സാർ. ഒരു ഭാഗ്യക്കുറിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശിവലിംഗത്തിലേക്ക് ഒരു യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴിക്കുന്നതാ. എന്തിൻ്റെ കേടാണെന്ന് ഇവന്മാർക്ക് എന്തിൻ്റെ കേടാ? ആ മന്ത്രി രാജിവെക്കണ്ടേ? ഈ പിണറായിയുടെ സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ തകർക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം, ഹിന്ദുത്വത്തെ തകർക്കണം. അതൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാ. അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്, ഇന്നാണ് അത് പുറത്തേക്ക് വരുന്നത്. എന്തിനാണത് രഹസ്യമാക്കി വെച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്ന് ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു സംശയവുമില്ല, സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി വരച്ചുവെച്ച വഴിയിലൂടെയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വെട്ടിവെച്ച വഴിയിലൂടെയാണ് ഇന്ന്, ആ ചാലിലൂടെയാണ് ഇന്ന് SITയുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാവില്ല. ഇയാൾക്ക് എങ്ങനെ അറിയാം പ്രതിയാവില്ല എന്ന്? ഇത് ഇയാൾക്ക് മാത്രമല്ല, അരുൺകുമാറിന് മാത്രമല്ല, CPM-കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണമുണ്ട്. പ്രശാന്തിനെ വിളിപ്പിച്ചത് 1 മണിക്കൂർ നേരം ഒരു ചെറിയ കാര്യം ചോദിക്കാനാ. അതെങ്ങനെ ഇദ്ദേഹത്തിനറിയാം? ഇദ്ദേഹത്തിന് എങ്ങനെയാ അതറിയാം? എന്താ ചോദിച്ചതെന്ന് ഈ SIT വളരെ കൃത്യമായി CPM-കാരോട് ധരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പിണറായി വിജയൻ കീറിയ നീർച്ചാലിലൂടെയാണ് ഈ SITയുടെ അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ഇല്ലെങ്കിൽ വളരെ സിമ്പിളല്ലേ, വളരെ ലോജിക്കലായിട്ടുള്ള ഒരു സിമ്പിളായ ചോദ്യം ചോദിക്കുകയാണ്. സാറ്റർഡേ ആണ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. ഈ സാറ്റർഡേ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തിനിത് രഹസ്യമാക്കി വിളിക്കണം? ഇതെന്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും അറിയുന്ന തരത്തിലേക്ക്, ഈ രഹസ്യമായി അറിയാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ അറിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാതെ, മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങളോട് പോലും പറയാതെ, ഈവൻ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാതെ ഒരു രഹസ്യമായി പോകേണ്ട ആവശ്യം എന്താ? കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാന്യനാണെങ്കിൽ, പ്രശാന്ത് ഒരു കള്ളനല്ലെങ്കിൽ, എന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ദേ പോകുന്നു എന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശമാണ്. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. കാരണം വളരെ കൃത്യമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഹൈക്കോടതി പറഞ്ഞു. നേരത്തെ ഇവിടെ CPM-ൻ്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞു ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ SITയുടെ അന്വേഷണത്തെക്കുറിച്ച് വലിയ തൃപ്തിയൊന്നും ഹൈക്കോടതി കാണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ജാമ്യ ഹർജി കേട്ട സിംഗിൾ ബെഞ്ച് അരുൺകുമാർ പറഞ്ഞത് ദേവസ്വം ബെഞ്ചിന്റെ കാര്യമാണ്. മതിയേ, ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞു അതൊക്കെ മനസ്സിലായി. ആയിക്കോട്ടെ എന്ന് ഈ ജാമ്യ ഹർജി പറയുന്ന ബെഞ്ചാണ് കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുക. ഒരാൾ ജാമ്യം കൊടുക്കുമ്പോൾ ആ ജാമ്യം എങ്ങനെ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് വിശകലനം ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ആ കോടതി ചോദിച്ചത്. മറ്റേ കോടതിക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ആളുകളെ മനസ്സിലാക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന രീതിയിൽ പറയുന്നതാ. കൃത്യമായിട്ടുള്ള കളവ്, കൃത്യമായിട്ടുള്ള കള്ളത്തരം, കൃത്യമായ ഈ സ്വർണം അടിച്ചു മാറ്റിയത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ജാമ്യം കൊടുക്കുന്ന കോടതിയാണ്. അവരാണത് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എന്തേ SITയിൽ അവർ അതൃപ്തി രേഖപ്പെടുത്തിയത്, എന്തേ തണുപ്പൻമട്ട് എന്നവർ ചോദിച്ചത്. അത് ചോദിക്കാനുള്ള കടമ അവർക്കുണ്ട്. അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് മിസ്റ്റർ മാതൃഭൂമി അടക്കമുള്ള, അഭിലാഷ് അടക്കമുള്ള മാധ്യമങ്ങളും ചോദിക്കുന്നത്. ഇത് ഞാനൊന്ന് തീർത്തോട്ടെ. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ്, വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയാണ്. നിങ്ങൾ നോക്ക്, ഒരു മണി എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കാൻ പോയി, D മണി. ആ മണിയെ അന്വേഷിക്കാൻ പോയി. അവിടെ എത്തിയപ്പോൾ അയാൾ D മണിയല്ല MS മണിയായി. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നു. എന്നിട്ട് അയാൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. എന്നാൽ പിന്നെ നോട്ടീസ് നേരത്തെ അയാളെ പൊക്കി ഇവിടെ കൊണ്ടുവരണ്ടേ? നേരത്തെ നോട്ടീസ് കൊടുത്ത് ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണ്ടേ? എന്നിട്ട് ഒരു ബോധവും ഒരു ബന്ധവുമില്ലാത്ത ആളെയാണോ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? മണി എങ്ങനെ D മണി എങ്ങനെ MS മണിയായി? ആ മണിയല്ല, ഞാൻ ഈ മണിയാണെന്ന് പറയുക. അപ്പോൾ ഇതാണോ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം? ഇങ്ങനെയാണോ ഒരു അന്വേഷണം? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്?
അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അന്വേഷണം പിണറായി വിജയൻ്റെ വഴിക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഒരൊറ്റ കാര്യം എന്നെ അനുവദിക്കണം. കാരണം ഇന്നത് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് സഹിക്കില്ല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരുണ്ടല്ലോ, ഈ പിണറായിയുടെ സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ തകർക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം, ഹിന്ദുത്വത്തെ തകർക്കണം. അതൊരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ സുവർണ കേരളത്തിൻ്റെ പുതിയ കുറി വന്നിരിക്കുന്നു, കേരളത്തിൻ്റെ പുതിയ ഭാഗ്യക്കുറി ടിക്കറ്റ്. നിങ്ങളൊന്ന് അഭിലാഷ് അത് കണ്ടോന്ന് എനിക്കറിയില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രം. അത് സഹിക്കാൻ പറ്റൂല സാർ. ഒരു ഭാഗ്യക്കുറിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശിവലിംഗത്തിലേക്ക് ഒരു യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴിക്കുന്നത്. എന്തിൻ്റെ കേടാണെന്ന് ഇവന്മാർക്ക് എന്തിൻ്റെ കേടാ? ആ മന്ത്രി രാജിവെക്കണ്ടേ? ഇത് ചെയ്ത സെക്രട്ടറി, ആ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഭാഗ്യക്കുറിയുടെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണ്ടേ? ഇവര് മാപ്പ് പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ശിവലിംഗത്തെയും അപമാനിക്കുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത്? ചെറ്റത്തരെന്നോ തെണ്ടിത്തരെന്നോ പറയാൻ പറ്റുന്ന തരത്തില് ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവൻ? ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവലിംഗം? ഭാഗ്യക്കുറിയിൽ എന്തിനാ യോനിയിൽ നിന്ന് രക്തമൊഴുകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? പറ്റാത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്കിൽ ഇറങ്ങിപ്പോ പോരാ. എന്തോ ഒരു ആർട്ടാണ് ഇത്. താങ്കൾ പറയുന്ന പോലെ ശിവനും ശിവലിംഗവും രക്തവും ഒക്കെ ആണെന്ന് എനിക്കറിയില്ല. കാണുന്ന ഓരോ ആളുകൾക്കും ഓരോ തരത്തിലല്ലേ അതിന്റെ വ്യാഖ്യാനം. അത് CPM കാര്യമാണ്, കണ്ടാ മനസ്സിലാവും. ശരി, അത് CPM വിശദീകരിക്കട്ടെ. ചിത്രം കണ്ടാ മനസ്സിലാവുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരിമല ക്ഷേത്രമായാലും ശരി, ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞു, ഒറ്റ വരിയിൽ തീർക്കാം. ശബരിമല ക്ഷേത്രമാണെങ്കിലും ശരി, ഈ നാട്ടിലെ തിരുവിതാംകൂർ ശ്രീപത്മനാഭ ക്ഷേത്രമാണെങ്കിലും ശരി, കള്ളത്തരം കൊള്ള ചെയ്യുക, സാധനങ്ങൾ അടിച്ചു മാറ്റുക, ഇത്രയും കാലം വിപ്ലവ ചിന്തയായിരുന്നു. ഇപ്പൊ ലിംഗം, യോനി, സ്വർണം, ആ സ്വർണ്ണ ചിന്ത, യോനി ചിന്തയാ ഇപ്പൊ ഈ വിപ്ലവ വായാടികളായ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. കഷ്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് SITയുടെ അന്വേഷണം ശരിയല്ല, ശരി, ഓക്കെ, CBI അന്വേഷിക്കണം എന്ന് BJP പറഞ്ഞത്.